ഇനി നമ്മൾ പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന്റെ മണ്ഡല പര്യടനത്തിന് ആവേശോജ്വലമായ തുടക്കം. തിരുവല്ല പുറമറ്റത്തു നിന്ന് ആരംഭിച്ച പര്യടനം ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് ഉദ്ഘാടനം ചെയ്തത്. ആ റിപ്പോർട്ടിലേക്ക്. തിരുവല്ല പുറമറ്റത്തു നിന്നാണ് തോമസ് ഐസക്കിന്റെ മണ്ഡല പര്യടനം ആരംഭിച്ചത്. ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പര്യടനം ഉദ്ഘാടനം ചെയ്തു. RSSനെ കാണുമ്പോൾ ഭയപ്പെടുന്നതല്ല വേണ്ടത്. ഏത് വെല്ലുവിളിയും നേരിട്ട് ഏറ്റെടുത്ത് കേരളത്തിന് വേണ്ടി രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയും വാ തുറന്ന് ഇന്ത്യൻ പാർലമെന്റിൽ നിലപാട് സ്വീകരിക്കാൻ, പ്രസംഗിക്കാൻ, സംസാരിക്കാൻ ആർജവത്തോടെ അഭിപ്രായം പറയാൻ കഴിയുന്ന കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന പ്രമുഖരായ രാഷ്ട്രീയ നേതാവാണ് പത്തനംതിട്ടക്കാർക്ക് ഞങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ബഹുഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കാൻ പ്രവർത്തിക്കണം. തിരുവല്ല നിയോജകമണ്ഡലത്തിൽ 30 കേന്ദ്രങ്ങളിലാണ് തോമസ് ഐസക്കിന് സ്വീകരണം നൽകുക. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് തോമസ് ഐസക്കിന്റെ പര്യടനം പുരോഗമിക്കുന്നത്. ഈ മണ്ഡലത്തിൽ തന്നെ 1000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കിഫ്ബി മുഖേന നടപ്പാക്കിയിട്ടുള്ളത്. അതെ, ഈ മണ്ഡലത്തിൽ 1000 കോടി രൂപയുടെ തൊട്ടിവിടുത്തെ പഞ്ചായത്തുകളിൽ എല്ലാം കൂടി കൂട്ടിയപ്പോൾ കഴിഞ്ഞ പഞ്ചായത്തിൽ ആ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വരുന്ന കുടിവെള്ള പദ്ധതിയും റോഡ് നെറ്റ്വർക്കും എല്ലാം വെക്കുമ്പോൾ 600 കോടി രൂപയാണെന്ന് എങ്ങനെയാ ഇതിന്റെ അപ്പുറം ഒരു പ്രതീക്ഷിക്കാൻ പറ്റുക? ആവേശജനമായ സ്വീകരണമാണ് ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന് ഓരോ പോയിന്റിലും തിരുവല്ലയിൽ നിന്ന് ലഭിക്കുന്ന. ഷമീർ ആനപ്പാറയ്ക്കും ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജി ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.